അജീഷ് ജയകുമാർ അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരും. കന്യാകുമാരി ജില്ലയിൽ നിന്ന് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും കന്യാകുമാരി ബീച്ചിലും ഒക്കെ തന്നെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. കഴക്കൂട്ടം പോലീസ് രണ്ട് വിഭാഗമായി തിരിഞ്ഞാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നു. അജീഷ്, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? എന്താണ് കാരണം? ഈ മണിക്കൂറുകൾ പോകുന്തോറും നമുക്കും വല്ലാത്തൊരു ചെറിയ ടെൻഷൻ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. SKN ഹാഷ്മി, എന്തായാലും പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ പെൺകുട്ടി വന്നിറങ്ങിയ സമയം. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഇപ്പോൾ CCTV കൺട്രോൾ റൂമിലെ CCTV ദൃശ്യങ്ങൾ കേരള പോലീസും റെയിൽവേ പോലീസും ചേർന്ന് സംയുക്തമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറം തന്നെ ഇതിനപ്പുറത്ത് ഈ ബീച്ച് സൈഡിൽ ആ ഭാഗത്തൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പുലർച്ചെ മുതൽ അതിന്റെ തെരച്ചിൽ അവിടെ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് കുട്ടി വന്നിറങ്ങിയ സമയം, അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലും ഒരു തുമ്പും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഇതുവരെ ലഭിക്കുന്ന ഒരൊറ്റ വിവരം ഇതിന് പുറത്തിറങ്ങിയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഒരു മൊഴി മാത്രമാണ്. അദ്ദേഹമാണ് ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫോട്ടോ കാണിച്ച് ചോദിച്ചപ്പോഴാണ് കുട്ടിയെ കണ്ടു എന്ന് പറയുന്നത്. അതിനപ്പുറം മറ്റൊരു വിവരം ഇവിടെ നിന്ന് പോലീസിന് കിട്ടിയിട്ടില്ല. ഇതിനപ്പുറമൊക്കെ ഈ ബീച്ച് സൈഡിലൊക്കെ ഇന്ന് പ്രവൃത്തി ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് അധികം തിരക്കൊന്നുമില്ല. കടകളൊക്കെ പലതും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്ക് ശേഷമായിരിക്കും ഇവിടെ കൂടുതൽ സജീവമാകുന്നത് കന്യാകുമാരി ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പോൾ അപ്പോഴായിരിക്കും തിരക്കൊക്കെ തുടങ്ങുന്നത്. നമ്മൾ വന്ന സമയത്തൊക്കെ കടകളൊക്കെ ഒരുപാട് കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. സാധാരണ അങ്ങനെ ആയിരിക്കില്ല. കടകളൊക്കെ എപ്പോഴും സജീവമായിരിക്കും. കൂടുതൽ ആളുകളുണ്ടാകും. കൂടുതലും ഈ കേരളത്തിൽ നിന്നുള്ളയും തമിഴ്നാട്ടിലുള്ളയും വിനോദസഞ്ചാരികളാണ് ഈ ഭാഗത്തേക്ക് കൂടുതലായും എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. ആ ഒരു തിരക്ക് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിനിടയിൽ കുട്ടിയെ തിരയുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞൊരു ദൗത്യമാണ്. എന്തായാലും പോലീസ് അതിനു മുമ്പ് തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഈ ഒഴിഞ്ഞ കടകളും ഒഴിഞ്ഞ വീടുകളും അല്ലെങ്കിൽ പഴയ കെട്ടിടങ്ങളും ഒക്കെ കണ്ടിരുന്നു. ഇവിടെയൊക്കെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അത് തമിഴ്നാട് പോലീസാണ്, കന്യാകുമാരി പോലീസാണ് അവിടെയൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നത്. ഈ ഭാഷ അറിയാത്തൊരു പ്രശ്നം കുട്ടിക്ക് ഉള്ളത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ചോദിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചോദിച്ച് വഴി ചോദിച്ച് പോകുവാനുള്ള ഒരു സാധ്യതയും വളരെ കുറവാണ്. തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ഈ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും ഒന്ന് വഴി ചോദിച്ച് പോകുവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്തായാലും കുട്ടി വളരെ ഭയന്ന് അല്ലെങ്കിൽ ഇന്നലെ രാവിലെ ഇറങ്ങിയതാണ്. കയ്യിൽ വളരെ കുറച്ച് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം വാങ്ങിച്ച് കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലുള്ള പണം കയ്യിലുണ്ടായിരുന്നില്ല. അതും വളരെ വെല്ലുവിളിയൊരു ദൗത്യമാണ്. എവിടെയെങ്കിലും ക്ഷീണിതയായി കുട്ടി ഉറങ്ങുകയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ, പാലങ്ങൾ ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കന്യാകുമാരി. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കുട്ടി പേടിച്ച് ഉറങ്ങുകയാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഈ വെല്ലുവിളിയാണ്. കാരണം എല്ലാ മുക്കും മൂലയും പരിശോധിച്ചാൽ മാത്രമേ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്, നാഗർകോവിലുണ്ട്, തക്കലയുണ്ട്, അതിനുശേഷം കളിക്കാവുള്ള പാറശാല, നെയ്യാറ്റിങ്കര, അങ്ങനെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇന്നലെ വന്ന ഈ ട്രെയിൻ ഇവിടെയൊക്കെ സ്റ്റോപ്പുകൾ ഉള്ളതാണ്. അപ്പോൾ ഇതിനിടയിൽ എവിടെയെങ്കിലും ഇറങ്ങി പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് ഒരു വ്യക്തതയുമില്ല. അതിലെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇപ്പോഴും ഈ CCTV റൂമിൽ പരിശോധന നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരുപാട് CCTVകളുണ്ട്. ഇവിടുത്തെ എല്ലാ ക്യാമറയിലെ ദൃശ്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങൾ ഓരോന്നായി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്നലെ ഈ ബബിത പറഞ്ഞതുപോലെ പുലർച്ചെ വൈകിട്ട് കണ്ട ഈ സമയം, അതിനുശേഷം ഉള്ള സമയത്ത് ഈ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് 3:30 ശേഷം ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന അതിനുശേഷമുള്ള സമയത്തുള്ള ആ ദൃശ്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത് ഒരുപാട് CCTV ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അത് ഒരു സമയം എടുക്കുന്നൊരു ദൗത്യമാണ്. ആ പോലീസ് ഇപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ ഓരോന്നായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്തെയും, അതായത് ഒരു 10-30 ക്യാമറയെങ്കിലും ഈ പരിസരത്ത് തന്നെയുണ്ട്. ആ ക്യാമറയുടെ ഓരോ ക്യാമറയിലും ആ ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഈ കുട്ടിക്ക് ഈ സ്ഥല പരിചയമില്ല, അതുകൊണ്ട് തന്നെ ഏത് വഴി കൂടെ ഇറങ്ങിപ്പോയോ എന്നുള്ള കാര്യമടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ബീച്ച് സൈഡിലൊന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കുട്ടിയെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ആകെ ഒരു ഒറ്റ മൊഴി മാത്രം, ഒരു ദൃക്സാക്ഷി എന്ന് പറയുന്ന ആൾ മാത്രമേ ഉള്ളൂ. അതും എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഈ കുട്ടിയാണോ അതോ രൂപസാദൃശ്യമുള്ള മറ്റേതെങ്കിലും കുട്ടിയാണോ എന്ന് പോലും നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്തായാലും പോലീസ് ആ ഭാഗങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. കന്യാകുമാരി ബീച്ച് സൈഡിലൊക്കെ നേരത്തെ തന്നെ വളരെ വലിയ ഒരു പോലീസിന്റെ സ്ട്രെങ്ത് ഉള്ളൊരു സ്ഥലമാണ്, വലിയ സുരക്ഷാ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കന്യാകുമാരി പോലീസിന്റെയും പ്രത്യേക സംഘത്തിന്റെയും ഒക്കെ
മേൽനോട്ടമുള്ള സ്ഥലം കൂടിയാണ്. അവിടെയൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രൂപസാദൃശ്യമുള്ള ഒരു കുട്ടിയെ കണ്ടെത്തുന്നുണ്ട്. അതാണ് ഈ വഴിയോര കച്ചവടക്കാരും അല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഈ ഫോട്ടോ കാണിച്ച് ഇങ്ങനെ ഒരു കുട്ടി ഈ ഭാഗത്തൂടെ നടന്നു പോകുന്നത് കണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഈ വലിയൊരു നമുക്കറിയാവുന്നതുപോലെ വലിയൊരു പ്രദേശമാണ് കന്യാകുമാരി. അപ്പോൾ ഇവിടെ എവിടെ ഈ കുട്ടിയെ തിരയും എന്നുള്ളൊരു അങ്കലാപ്പ് പോലീസിലുണ്ട്. അത് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം മണിക്കൂറുകൾ, ഏതാണ്ട് 21 മണിക്കൂറോളം കഴിഞ്ഞുപോയെങ്കിലും തസ്മിത്ത് എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ ഉണ്ടായിരുന്നു എന്ന് ചില ആളുകളൊക്കെ പോലീസിനോട് പറഞ്ഞു എങ്കിൽ പോലും പോലീസിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം കന്യാകുമാരിയിൽ ഒരുപാട് ഇടവഴികളും ഒക്കെ തന്നെയുണ്ട്, ഒറ്റപ്പെട്ട പ്രദേശങ്ങളുണ്ട്. അപ്പോൾ എങ്ങോട്ടായിരിക്കും ഈ കുട്ടി പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ലേശം ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും കന്യാകുമാരി പോലീസിൻ്റെ സഹായത്തോടെ വളരെ തിരക്ക് പിടിച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. കുട്ടി വീട് വിട്ടുപോയത് നിസ്സാര കാര്യത്തിന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 24-ലൂടെ കുട്ടിയുടെ ചിത്രം കണ്ട പിതാവ് ഇന്ന് വെളുപ്പിനാണ് ഈ കുട്ടി തന്നെയാണ്, തൻ്റെ മകൾ തന്നെയാണ് ഈ വീട് വിട്ടു പോയത് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന ഇതേ കുട്ടി തന്നെയാണ്. ബബിതയും, അതായത് ഈ കുട്ടിയുടെ ചിത്രം ട്രെയിനിൽ വെച്ചെടുത്ത ബബിത 24-ൻ്റെ തത്സമയ സംപ്രേഷണം വെളുപ്പിന് കണ്ട് ഈ കുട്ടി തന്നെയാണ് താൻ എടുത്ത ചിത്രത്തിലുള്ള കുട്ടിയുമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും അത് വലിയൊരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് പോലീസിന് ഈ കുട്ടി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസിനെ തന്നെയായിരിക്കണം ആദ്യം അറിയിക്കേണ്ടത്. എന്നാൽ പോലീസിനെ കിട്ടാനോ അല്ലെ ലൈൻ എൻഗേജ് ആവുകയോ നമുക്കൊരു നിമിഷം പോലും ഈ കാര്യത്തിൽ കളയാനില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഉള്ള ഒരു നമ്പർ നമ്മൾ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് പ്രേക്ഷകർക്ക് വിളിക്കാം. ഞങ്ങൾ തീർച്ചയായിട്ടും സത്വരം അതിൽ ഇടപെടുകയും ആവശ്യമുള്ള പോലീസ് സംവിധാനത്തെ അറിയിക്കുകയും ഒക്കെ ചെയ്യാം. എന്തായാലും എത്രയും നേരം പെട്ടെന്ന് ഈ കുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കണം.